മുത്തച്ചേച്ചി. ഹായ് പാറു. എന്ത് പറ്റി? ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. പാറു, പിന്നല്ലേ ചെറിയമ്മ എന്നെ ടൂറിന് പോകാൻ സമ്മതിച്ചു. ഈ സത്യാണോ? സത്യാണ് പാറു, സത്യം. അതെങ്ങനെ? നിന്റെ ചെറിയമ്മക്ക് വട്ടായോ? അതൊന്നുമില്ല പാറു. പിന്നെന്താന്നറിയോ, മണിമോളുടെ കാര്യം നോക്കാനേ ഒരാള് വേണ്ടേ? അതിനു വേണ്ടിട്ട് എന്നെ പറഞ്ഞൂടെ ചെറിയമ്മ. ഓ അങ്ങനെ. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അതെ അതെ, 2 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. മുത്തച്ചേച്ചിയുടെ ചെറിയമ്മ ദുഷ്ടത്യാണെന്ന് ലച്ചമ്മ പറഞ്ഞു. അയ്യോ കല്ലു, ചെറിയമ്മ കേക്കണ്ടോ? ഓ ഓർക്കണ്ട് ചെറിയമ്മന് അങ്ങനെ പേടിയൊന്നുമില്ല. ചെറിയമ്മ ദുഷ്ടത്തി. പാറു വേണ്ടിട്ടോ, കേട്ടും കൊണ്ട് വന്നാൽ ആകെ പണി കിട്ടും. ദേ പാറു, എനിക്കിത്ര ആട്ടിൻ പാല് താടി. ഇച്ചിരി പാല് കുടിക്കണം. പാറു, ഓൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ അടുത്ത് നിന്നാലേ ഓള് കുത്തിട്ടോ. പിന്നെ ഓ ഇങ്ങനൊന്നും കാട്ടില്ല. ഇനി ഓൾക്ക് നല്ല ഇഷ്ടക്കാരം. അല്ല കുറുമ്പി, ഓളെ ചെറിയമ്മന് ഇന്ന് അടുത്തേക്ക് വരാനൊന്നും ആയിക്കൂല. അതെ, ചെറിയമ്മന്റെ സ്പ്രേയുടെ മണൊക്കെ കേട്ടിട്ടിരിക്കും. മുത്തച്ചേച്ചി, എനിക്ക് ആടിന്റെ പാല് വേണം. കല്ലുമോൾ ഇങ്ങോട്ട് വാ. ഇവര് രണ്ടുപേരും ഇവിടെ എത്തിയോ? ആ മുത്തിന് പണി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവസരാണിത്. മുത്തിന്റെ കൂടെ തന്നെ പാല് കൊട്ടിക്കും. ഇതുപോലൊരു അവസരം ഇനി എനിക്ക് കിട്ടില്ല. കല്ലു, വാ കല്ലു, നിനക്ക് പാല് തരാം. ഓഹോ, അപ്പൊ ഇതാണല്ലേ പരിപാടി? ഇപ്പൊ ശരിയാക്കി തരാം. പാല് കൊടുക്കുന്ന സമയത്ത് തന്നെ മമ്മിനെ വിളിച്ച് കാണിച്ചു കൊടുക്കാം. മമ്മിയുടെ കയ്യിൽ അവൾക്ക് നല്ലോണം കിട്ടിക്കോളും. എടി, ഞാനേ വെറുതെ തമാശ പറഞ്ഞതാട്ടോ. കല്ലൊന്നും വേണ്ട. നിന്റെ ചെറിയമ്മണ്ടല്ലോ, നിന്നെ സൂപ്പാക്കും. അത് നന്നായിട്ട് അങ്ങോട്ട് ഓർത്താ മതി. അത് സാരില്ലെന്ന് കല്ലുമോൾക്ക് ഇത്തിരി പാല് കൊണ്ടുപോയിക്കോ. വേണ്ട പെണ്ണെ, നിന്റെ ചെറിയമ്മ കണ്ടാലുണ്ടല്ലോ. കല്ലുവിന് പാല് വേണം. ഇപ്പൊ ശരിയാക്കി തരാം. പാറു, അതാ പാത്രത്തിൽ നിന്ന് കുറച്ച് എടുത്തു കൊടുക്കടി. മെല്ലെ പോയിട്ട് മമ്മീനെ വിളിച്ചിട്ട് വരാം. ഇവിടെ നിന്നിട്ട് ഒരിക്കലും ശബ്ദം ഉണ്ടാക്കിയാല് ഇവരെല്ലാം കേൾക്കും. ഇവരെ അറിയാതെ വന്ന് പിടിക്കണം. ഇന്ന വേഗം കുറച്ചെടുത്തോ പാല്. നോക്ക് മമ്മി, നോക്ക്. എടി മുത്തേ, എന്റെ കണ്ണ് തെറ്റിയാ നിന്റെ കാട്ടിക്കൂട്ടല് ഇതൊക്കെയാണല്ലേടി? അതെ ചെറിയമ്മ, ഞാൻ മുത്തച്ചേച്ചിനെ ചീത്ത പറയണ്ട. നീ ആരടി അവളെ ചീത്ത പറയണ്ടെന്ന് പറയാന്? ചീത്ത ചെറിയമ്മ. ഞാൻ അവളെ ചീത്ത പറയും. അതിന് നിനക്കെന്താന്ന്? അയ്യോ ചെറിയമ്മ, ഞാൻ മിണ്ടാതിരുന്നോടി. എത്ര നേരമാണ് ഞാൻ അങ്ങോട്ട് പാല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്? ഇതൊന്നും നിന്റെ പരിപാടിയില്ല ഇവിടെ. എന്താടി നിനക്ക് ഇത്ര ധൈര്യം? നിന്റെ പാൽക്കുട്ടിയെ കണ്ടുകൊണ്ടാണോ? അതിന് ചെറിയമ്മേ, കല്യാണമായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. അതിന് പാൽപാത്രം എന്തിനാ ഇവളുടെ കൈ കൊടുത്തേക്കുന്നത്? അതെ ചെറിയമ്മേ, അവളെ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാനേ അവളെ സഹായിക്കാൻ വേണ്ടിട്ട് ഇത് പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കായിരുന്നു. അല്ല മമ്മി, കള്ളം പറയാ. ഇതാ ഈ പെണ്ണില്ലേ കല്ലു, അവൾക്ക് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി എടുത്തതാ. അതല്ലടി സത്യം. എല്ലാവരും കൂടെ ചേർന്ന് കള്ളം പറയാ മമ്മി, കള്ളം. ദേ, നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മണിമോളെ. ശരി മമ്മി. ദേ, ആ പാത്രം ഇങ്ങടാടി. കല്ലു. അയ്യോ കല്ലു, ചെറിയമ്മേ അവളൊന്നും ചെയ്യില്ല പറ ചെറിയമ്മേ. മോളു, നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പൊ ഈ പെണ്ണിനെ കാണാൻ. ഈ ചെറിയമ്മയുടെ മനസ്സ് എത്ര ദുഷ്ട മനസ്സാ. പാവം കല്ലു. മമ്മി, ഇപ്പോഴേ അവളുടെ വയറ് നല്ല പോലെ നിറഞ്ഞു കാണും. മമ്മി പറഞ്ഞ പോലെ മുത്തിന്റെ ചെറിയമ്മ ചീത്തയാ. എനിക്ക് നിന്റെ മമ്മിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിട്ടേ ഒന്നും ആവാൻ പോണില്ല കേട്ടോ. ഓ, ഒരു സർട്ടിഫിക്കറ്റ് തരാൻ വന്നിരിക്കുന്നു. ഒന്ന് പോടി കൊച്ചേ അവിടുന്ന്. ഓ, നിന്റെ നീലമ്മ എന്നെ അങ്ങ് മൂക്കിലോട്ട് വലിച്ചു കയറ്റുമല്ലോടി. പൊളിച്ചു മമ്മി, പൊളിച്ചു. ഡി മുത്തേ, ഡി വേഗം ഈ പാത്രമൊക്കെ പെറുക്കി എടുത്തോണ്ട് വാടി അങ്ങോട്ട്. നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അവളൊരു സൽക്കാരി. ഞാനിപ്പോ വന്നോളാം ചെറിയമ്മേ. നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. നീ ആരടി ഇവൾക്ക് പാല് കൊടുക്കാനായിട്ട്? നിന്നോട് ഞാൻ എന്റെ മകൾക്ക് വേണ്ടി വേഗം പാല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ എന്ത് പണിയാണ് ചെയ്തത്? ചെറിയമ്മേ, ഞാൻ എന്ത് പറഞ്ഞാലും ചെറിയമ്മേ ഞാൻ. വാടി അങ്ങോട്ട്, നിന്നെ ശരിപ്പെടുത്തി തരാം. മോളോ, വാ മോളോ. അവൾക്ക് ഇനി വീട്ടിനുള്ളിൽ കയറിയിട്ട് ബാക്കി. എടി മണിമോളെ.
എന്താ എന്ത് കുട്ടികളെ ഇവിടെ ഒരു ബഹളം കേട്ടത്? അതെ മുത്തശ്ശി നോക്ക് മുത്തശ്ശാ. എന്ത് മോളെ? മണിമോളല്ലേ കല്ലുവിന്റെ ദേഹത്തേക്ക് ഈ പാലൊക്കെ ഒഴിച്ചു കളഞ്ഞു. അവളുടെ ഡ്രസ്സ് മുഴുവൻ ചീത്തയായി. ചെറിയമ്മ ചീത്തയാ എന്റെ ഡ്രസ്സിലൊക്കെ ചീത്തയാക്കി. ഹോ, കളിച്ചപ്പോ വേറുള്ള പിള്ളേരെയും കാണിക്കാൻ തുടങ്ങി അവള്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ന് തന്നെ ബാലം വന്ന് പറഞ്ഞു കൊടുക്കണം. അയ്യോ വേണ്ട മുത്തശ്ശാ, ഞാനാ പറഞ്ഞെന്ന് പറയട്ടെ, എനിക്ക് ചീത്ത കേൾക്കും. അതെ വേണ്ട മുത്തശ്ശാ, ഞങ്ങൾ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട. മുത്തിനായിരിക്കും അതിന്റെ ദോഷം. പക്ഷേ അവളെ ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. സാരില്ല മുത്തശ്ശാ, ഇതിനുള്ള പണി ഞങ്ങൾ കൊടുത്തോണ്ട്. മുത്തശ്ശാ പ്ലീസ് മുത്തശ്ശാ, അച്ഛനോട് പറയല്ലേ. മുത്തേ, നീയാണ് അവളെ ഇങ്ങനെ വഷളാക്കുന്നത്. ഒന്നും അച്ഛനോട് പറയില്ലെന്ന് പറഞ്ഞിട്ടേ നീയാണ് എന്നെ പിന്തിരിപ്പിക്കുന്നത്. അല്ല, അവനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനും ഭാര്യയെ പേടിയല്ലേ? മുത്തശ്ശാ അച്ഛനെ വഴക്ക് പറയല്ലേ. വഴക്ക് പറഞ്ഞതല്ല മോളെ, ഞാൻ എന്റെ സങ്കടം പറഞ്ഞതാ. അച്ഛൻ പാവം, അച്ഛനൊന്നും അറിയാഞ്ഞിട്ടല്ലേ. മോളെ, ഇങ്ങനെ നനഞ്ഞ ഡ്രസ്സായിട്ട് നിൽക്കണ്ട. പോയിട്ടേ കല്ലുവിനെ കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്ക്. ഞങ്ങൾ പൊക്കോളാം മുത്തശ്ശാ. എന്തപ്പോ ഉണ്ടായത്? അതില്ലേ മുത്തശ്ശാ, കല്ലുവിനെ കുറച്ച് പാല് കുടിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടേ പാൽക്കുട്ടി വന്നിട്ട് പാലെടുത്ത് കൊടുക്കുകയായിരുന്നു. ഞാൻ തന്നെയാ നിർബന്ധിച്ചത് പാൽക്കുട്ടിയെ പാലിത്തിരി അവൾക്ക് കുടിക്കാൻ കൊടുക്കെന്ന് പറഞ്ഞിട്ട്. യോ, പച്ചപ്പാലോ? അത് മുത്തശ്ശാ, കല്ല് വാശി പിടിച്ചോണ്ടാ. ആട്ടിൻപാലേ നല്ലപോലെ തിളപ്പിച്ചിട്ട് കുടിക്കാൻ പാടുള്ളൂ. പച്ചക്ക് കുടിക്കാൻ പാടില്ല. ആ കൊച്ചിനെ നല്ലപോലെ വേവിച്ചിട്ട് വേണം കൊടുക്കാന്. എന്റെ ഡ്രസ്സ് മൊത്തം ചീത്തയായി. പാൽക്കുട്ടി, നീ കല്ലുവിനെ കൊണ്ടുപോയിക്കേ. അവളുടെ ഡ്രസ്സ് ഒന്ന് മാറിക്കൊടുക്ക് പോയിട്ട്. വാ കല്ലു. കരയില്ല കല്ലു. അച്ഛമ്മ ചീത്ത പറയും. പാൽക്കുട്ടി എന്തെവിടെ? ശ്രദ്ധിക്കണേ. ഇത് പാൽക്കുട്ടി എന്താച്ചാലും പറയ്. ഇത് കാര്യം പറയ് പാൽക്കുട്ടിയെ. മുത്തശ്ശേച്ചിയുടെ ചെറിയമ്മ ചീത്തയാ. എന്റെ തലയിൽ കൂടെ പാലൊഴിച്ച് കളഞ്ഞു. ശ്രദ്ധിക്കണേ, ആ മുത്തിന്റെ ചെറിയമ്മ